അല്ല, വയനാടിനെ പറ്റി അതിന് മുമ്പ് വേറെ പറയാനുണ്ട്. നിങ്ങൾ വയനാട് ഞാൻ പറയാം, അതിന് മുമ്പ് പറയാനുണ്ട്. കേരളത്തിൽ പ്രാകൃതമായ രീതിയിലുള്ള റാഗിങ്ങിന് നേതൃത്വം നൽകുന്നത് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFI തന്നെയാണ്. SFI ഏറ്റവും വലിയൊരു സാമൂഹ്യ വിരുദ്ധ സംഘടനയായി മാറിയിരിക്കുകയാണ്. ഭീകരവാദ സംഘടനകളെക്കാൾ വലിയ ക്രൂരതയാണ് SFI കലാലയങ്ങളിൽ, വിദ്യാലയങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിഭീകരമായ തോതിലുള്ള മനുഷ്യാവകാശ ലംഘനമാണ് SFI നേതാക്കന്മാർ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൈത്തിരിയിലെ സിദ്ധാർത്ഥൻ്റെ ദാരുണമായ കൊലപാതകത്തിന് ശേഷവും നിർബാധം അത് തുടരുന്നത് സർക്കാരിൻ്റെയും ഭരണകക്ഷിയുടെയും പിന്തുണയോടുകൂടിയാണ്. സർക്കാർ സഹായിക്കുന്നത് കൊണ്ടാണ്, പോലീസ് സഹായിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള റാഗിങ്ങൾ സംസ്ഥാനത്ത് തുടരുന്നത്. റാഗിംഗ് കേസുകളിലെ പ്രതികൾക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു, കേസുകളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി കൊടുക്കുന്നു. ഇതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. SFI എന്ന് പറയുന്ന സാമൂഹ്യ വിരുദ്ധ സംഘടനയെ ഒറ്റപ്പെടുത്താൻ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് വരണമെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. റാഗിങ്ങിൻ്റെ പേരിൽ ഭീഷണി നേരിടുന്ന വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ BJP കൈക്കൊള്ളും. എല്ലാ ജില്ലകളിലും ഹെൽപ്പ് ഡെസ്കുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് ആരംഭിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി കോട്ടയം ജില്ലയിലെ ആദ്യത്തെ ഹെൽപ്പ് ഡെസ്ക് നിലവിൽ വന്നു കഴിഞ്ഞു. ഒരു ഫോൺ നമ്പറിലൂടെയോ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജിലൂടെയോ ഇത്തരം ഭീഷണി നേരിടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഞങ്ങളെ സമീപിക്കാം. എന്ത് പ്രതിരോധമുണ്ടായാലും SFIക്കാരെ നേരിടാൻ ഞങ്ങളെ പ്രവർത്തകർ രംഗത്ത് വരും. ഈ സാമൂഹ്യ വിരുദ്ധ സംഘടനയെ ഒറ്റപ്പെടുത്താൻ ജനങ്ങളെ അണിനിരത്തി ചെറുത്ത് തോൽപ്പിക്കാനുള്ള വലിയ പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ കേരളത്തിൽ കൊണ്ടുവരും. വേണ്ടി വന്നാൽ അത്തരം സാമൂഹ്യ വിരുദ്ധ സംഘടനകളെ കൈകാര്യം ചെയ്യാനും ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാവുമെന്നുള്ളത് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാം. അല്ല, വായ്പ എന്ന് പറഞ്ഞാൽ സലാമേ, നിങ്ങൾ ഇത്ര ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. 50 വർഷത്തേക്കുള്ള പലിശരഹിത വായ്പയാണ്. ഫലത്തിൽ അതൊരു ഗ്രാൻഡ് തന്നെയാണ്. പിന്നെ 50 വർഷം കഴിഞ്ഞിട്ട് ഇത് തിരിച്ചടയ്ക്കുന്നതിനെ പറ്റിയിട്ടുള്ള വേവലാതി പിണറായി വിജയനോ ഇവിടുത്തെ UDFO ഇപ്പോൾ നടത്തണ്ട. 5 കൊല്ലം കഴിയുമ്പോൾ തന്നെ ഇതൊക്കെ തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത ഇവിടെ ദേശീയ കക്ഷികൾക്ക് വരും. ആ കാര്യത്തെപ്പറ്റി നിങ്ങളിപ്പോൾ വല്ലാതെ വേവലാതിപ്പെടണ്ട. ഇവിടെ 550 കോടി രൂപ ഫലപ്രദമായി ചെലവഴിക്കാനുള്ള സത്വര നടപടിയാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. രാഷ്ട്രീയ പ്രചരണം നടത്തുകയല്ല. ഇനി സമയം ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമായിട്ട് എല്ലാവരും ചേർന്ന് ആ സമയം നീട്ടിക്കൊടുക്കാൻ, ഈ മാർച്ച് 31 എന്നുള്ള ഡെഡ് ലൈൻ നീട്ടിക്കിട്ടാൻ നമ്മളെല്ലാവരും ചേർന്ന് പരിശ്രമിക്കുക. വയനാടിനെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ള തുകയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ പുനരധിവാസത്തിനും അതുപോലെ തന്നെ എല്ലാ നടപടികൾക്കുള്ള പണമാണ് അനുഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ കിടന്നുറങ്ങാതെ, രാഷ്ട്രീയ പ്രചരണം നടത്താതെ ഇപ്പോൾ കിട്ടിയ പണം ഉപയോഗിച്ച് വയനാട് ജനതയെ പുനരധിവസിപ്പിക്കണം. അതാണ് ഇപ്പോൾ അടിയന്തരമായിട്ട് ആവശ്യമുള്ളത്. അല്ല, വയനാടിന് 50 കൊല്ലം കൊണ്ടല്ലേ സഹോദരി, നിങ്ങൾ എന്തിനാണ് ഇത്ര ബേജാറാവുന്നത്? അല്ല, 50 കൊല്ലം കൊണ്ട് അടയ്ക്കേണ്ട കാശിനെ കുറിച്ചല്ലേ പറയുന്നത്? പലിശരഹിത വായ്പയാണ്. പുനരധിവാസം UPA ഗവൺമെൻറ് തീരുമാനിച്ചത്. നിങ്ങൾ മറന്നു പോവുകയാണ്, രാഷ്ട്രീയം തിമിരം ബാധിച്ചിട്ട്. പുനരധിവാസത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചുമതല സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കാണ്. ആസ് പെർ UPA റൂൾ. UPA ഗവൺമെൻറ്, ഇപ്പോഴത്തെ ഇന്ത്യ, അവരുണ്ടാക്കിയ നിയമം അനുസരിച്ചാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ കേരളത്തിനെ, വയനാടിനെ കൈയയച്ച് ഇപ്പോൾ സഹായിച്ചിരിക്കുകയാണ്. കൂടുതൽ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് കിട്ടിയ സഹായം ഫലപ്രദമായി ഉപയോഗിക്കാനാണ് സർക്കാർ തയ്യാറാവേണ്ടത്. എന്നിട്ട് ആവശ്യമുണ്ട്. അല്ല, മാർച്ച് 31 മുമ്പ് തന്നെ ചെലവഴിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ആവശ്യമായിട്ടുള്ള ചർച്ച നടത്താവുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാം. ഒരു ഗവൺമെൻറ്റുകളുടെയും തീരുമാനങ്ങൾ ഇരുമ്പോലൊക്കെയല്ല. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാവും. എഴുത്തുകുത്തുകൾ അടിയന്തരമായിട്ട് നടത്തണം. മാർച്ച് 31 എന്നുള്ളത് വേണമെങ്കിൽ ഒരു ഏപ്രിലോ മെയ്യോ മറ്റോ ആക്കി കിട്ടാനുള്ള സമ്മർദ്ദം MP-മാരും സർക്കാർ നടത്തണം. സലാമേ, ഇതൊക്കെ സംസ്ഥാന ഗവൺമെൻറ് ചെയ്തു വെക്കേണ്ട കാര്യങ്ങളാണ്.